ആംഗിൾ പാൻറ്റ് വെട്ടുന്ന സമയത്തുണ്ടല്ലോ ആദ്യം നമ്മൾ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. ലെങ്ത്തിൻ്റെ കൂടെ ഒരു 5 ഇഞ്ച് കൂട്ടണം. അത് കഴിഞ്ഞ് പിന്നെ സീറ്റ് ബ്രെത്ത് എവിടെയാണോ സീറ്റ് കൂടുതലുള്ളത് ആ സീറ്റ് ബ്രെത്ത് വേണം എടുക്കാനായിട്ട്. അതിൻ്റെ 4/1 ഭാഗം വേണം ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്താനായിട്ട്. ആ 4/1 ഭാഗം ഇങ്ങോട്ടും അടയാളപ്പെടുത്തിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു 2.5 ആഡ് ചെയ്യണം. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട്, മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വലത്തോട്ട് ഒരു 2.5. അത് ബാക്ക് കൂടുതലുള്ളവർക്കാണെങ്കിൽ 3.5 അടയാളപ്പെടുത്താം. പിന്നെ എടുക്കേണ്ടത് ഈ ഇതിങ്ങനെ സെൻറ്റർ അടയാളപ്പെടുത്തിയിട്ട് ഈ അളവ് എത്രയെന്ന് നോക്കിയിട്ട് ഡയറക്റ്റ് അത് കാലിൻ്റെ താഴ്ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് അടയാളപ്പെടുത്തുക. എന്നിട്ട് ടേപ്പിൻ്റെ പകുതി എടുക്കുക. ഇപ്പോൾ 10 ആണെങ്കിൽ 5 എടുക്കണം. ഇപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചും ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 ഇഞ്ചും അടയാളപ്പെടുത്തണം. നേരെ മറിച്ച് നിങ്ങൾക്ക് പലാസമാണ് ആവശ്യമെങ്കിൽ ഇവിടെ നിന്ന് ഈ വന്ന കംപ്ലീറ്റ് എടുക്കാം കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്രയാണ് തുണി കിട്ടണം അതേപോലെ തന്നെ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്കും ആ തുണി എടുത്തിട്ട് ഡയറക്റ്റ് ഇതിലേക്ക് അടയാളപ്പെടുത്താം. ഈ സെൻറ്റർ വരച്ചേക്കണണ്ട അതിലേക്കാണ് ഇവിടെ നിന്ന് ഈ താഴത്ത് നിന്നുള്ളതും ഇതിലേക്ക് അടയാളപ്പെടുത്തിയേക്കണത്. എപ്പോഴും വെട്ടുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ഫ്രണ്ട് പീസ് വേണം വെട്ടാനായിട്ട്. ആംഗിൾ പാൻറ്റിന് ബാക്ക് പീസ് സെപ്പറേറ്റ് ഇട്ടിട്ട് വേണം വെട്ടാനായിട്ട്. ഫ്രണ്ട് പീസ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്ക് പീസ് വെട്ടാൻ എളുപ്പമാണ്. ബാക്ക് പീസിൻ്റെ ഇവിടെ നിന്ന് ചരിച്ചിട്ട് വേണം ഈ ഭാഗം കണ്ട ഇവിടെ നിന്ന് ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തണം. ഇവിടെ നിന്ന് മുകൾ ഭാഗത്തേക്ക് 2.5 ഇഞ്ച്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് വേണം ഇങ്ങോട്ടൊരു ജോയിൻറ്റ് വരാനായിട്ട്. ഈ സൈഡിൽ ഒന്നും ചെയ്യൂല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് പീസ് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കണം. ബാക്ക് പീസും അതേപോലെ തന്നെ ഓപ്പൺ ആക്കണം. അപ്പോൾ ഇവിടെ നിന്ന് 2.5 ഇഞ്ച് പിന്നെ അടയാളപ്പെടുത്തണം. ഇവിടെ എത്തുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം, ഇവിടെ നിന്ന് ചരിച്ചിട്ട് വേണം 2.5 ഇഞ്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഈ ഭാഗം കാൽഭാഗം വരെ. അപ്പോൾ ഈ റിഗാളുള്ള ഭാഗം വേണം നമ്മൾ 2.5 ഇഞ്ച് കൂട്ടാൻ. വേറെ എവിടെയും കൂട്ടേണ്ട ആവശ്യമില്ല. ഇവിടേക്ക് ഇങ്ങനെ ഒപ്പം തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് 2 റിഗാളും 1/2 ഇഞ്ചിൽ തയ്ച്ചെടുക്കാം. ഇതിപ്പോൾ റിഗാള് തയ്ച്ചിട്ടുള്ള ഫ്രണ്ട് പീസാണ്ട. ഈ ഫ്രണ്ട് ഭാഗം എന്നിട്ട് നിവർത്തണം. ഇതൊരു ക്യാൻവാസാണ്. പാൻറ്റിൻ്റെ താഴ്ഭാഗത്ത് വെക്കണമല്ല കേട്ടോ. ഇത് കോളറിന് തയ്ച്ചെടുക്കണതാണ്. 1.25 ഇഞ്ചിന്. അതിൽ 1/4 ഇഞ്ച് ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഇത് നമുക്ക് ഈ ഫ്രണ്ട് പീസ് നിവർത്തിക്കാനാണെങ്കിൽ ഇതേപോലെ ഉണ്ടാവില്ല. ഇതിലേക്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് അടിക്കണം. ഇതേപോലെ ഇങ്ങനെ മടക്കി അടിക്കണം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് നല്ല വീതിക്ക് ഇതിൻ്റെ വീതിക്ക് തന്നെ മടക്കിയെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസ് ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് വേണം തയ്ക്കാനായിട്ട്. അപ്പോൾ ബാക്ക് പീസ് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇറിഗാള്. അപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ട് ഒരൊറ്റ മടക്കിൽ മാത്രം തയ്ച്ചെടുക്കുക. ഇതേപോലെ ഇങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ടാവും ബാക്ക് പീസിൽ. അപ്പോൾ ആ ഭാഗം ഇതാക്കിയിട്ട് വേണം തയ്ച്ചെടുക്കാൻ. ബാക്ക് പീസ് അപ്പോൾ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി പാൻറ്റിൻ്റെ താഴ്ഭാഗത്തു നിന്ന് വേണം സൈഡ് കൂട്ടാനായിട്ട്. ഇതിൻ്റെ 4 ഭാഗവും ഓപ്പൺ ആയിരിക്കുമല്ലോ. ഇത് ഫ്രണ്ട് പീസ് ബാക്ക് പീസിലും ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സൈഡ് വശം വേണം 1/2 ഇഞ്ചിൽ വേണം നമ്മൾ കൂട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ ബാക്ക് പീസ് ഇതേപോലെ എക്സ്ട്രാ വരുമ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് തയ്ച്ചെടുക്കണം. 2 സൈഡും അതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ എക്സ്ട്രാ തുണി ഇവിടെ ഇങ്ങനെ വന്നേക്കും. ചില സൈഡിൽ ഇതേപോലെ ഇങ്ങനെ തുണി തികയാണ്ടാവും. ഇത് ഭയങ്കര നൈസായിട്ടുള്ള തുണിയാണല്ലോ. ചിലപ്പോൾ കൂടുതലും വരാം, കുറവും വരാം. ഇതൊക്കെ നല്ല കോട്ടൺ തുണിയിൽ വേണം ചെയ്യാനായിട്ട്. പിന്നെ ചിലവർക്ക് ഇതേപോലത്തെ പാൻറ്റ് തന്നെ വേണമെന്ന് പറയാം. അതുകൊണ്ടാണ് ഈ തുണിയിൽ ചെയ്യണത്. ബാക്ക് പീസ് എക്സ്ട്രാ വന്നേക്കണുണ്ടോ അത് ആ സ്ഥലത്താണ് നമ്മൾ എലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. എലാസ്റ്റിക്കിൻ്റെ അളവ് ഈ ഫ്രണ്ട് പീസ് കണ്ട അതിൻ്റെ 3/4 വേണം എലാസ്റ്റിക് എടുക്കാനായിട്ട്. എലാസ്റ്റിക് ഇടുമ്പോൾ ആദ്യം ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു തയ്യൽ കൊടുക്കണം. അതേപോലെ തന്നെ ഈ ഭാഗത്തും. അപ്പോൾ എലാസ്റ്റിക് ഇങ്ങനെ ചുരുണ്ട് പോകാതെ നോക്കണം കേട്ടോ. നിവർത്തി കഴിഞ്ഞാൽ ഇതേപോലെ നിൽക്കും. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചേ പറ്റുള്ളൂ. ഇതേപോലെ ഇങ്ങനെ എലാസ്റ്റിക്കിൻ്റെ അളവിൽ വേണം തയ്ച്ചെടുക്കാനായിട്ട് കേട്ടോ. തുണി കൂടുതലുണ്ടെന്നും പറഞ്ഞ് വീതി കൂട്ടി അടിക്കാനും പാടില്ല. എലാസ്റ്റിക്കിൽ കയ്യിൽ പിടിക്കാനും പാടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ സെൻറ്റർ എത്തുമ്പോഴുണ്ടല്ലോ ഇതേപോലെ നമുക്കൊരു ടെക്ക് ഇട്ട് കൊടുക്കാം സെൻറ്റർ കറക്റ്റ് ആക്കാനായിട്ട്. പിന്നെ വലിച്ച് വരുമ്പോൾ എലാസ്റ്റിക്കും കറക്റ്റ് ആവും കേട്ടോ.
ഇതിങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ എലാസ്റ്റിക് ഓക്കെ ആവും. ഇനി ഇതിൻ്റെ സെൻറ്ററിലൊരു തയ്യൽ കൊടുക്കാം. എലാസ്റ്റിക് ഇങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാനാണ് സെൻറ്ററിൽ ആ തയ്യൽ കൊടുക്കുക. ഇനി നമുക്ക് താഴ്ഭാഗം തയ്ച്ചെടുക്കാം. താഴ്ഭാഗത്ത് സ്റ്റിഫിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ഇത്തിരി വീതിക്ക് അടിച്ചാൽ മതി. ഇനി സൈഡും കൂട്ടി കഴിഞ്ഞാൽ ആങ്കിൾ പാൻറ്റിൻ്റെ തയ്യൽ കഴിഞ്ഞു. അങ്ങനെ ആങ്കിൾ പാൻറ്റിൻ്റെ തയ്യൽ കഴിഞ്ഞ് നിങ്ങളും ഇതേപോലെ തന്നെ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ എൻ്റെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.